കാനഡയിലെ ഈ വെയിലിൽ നടന്നു കഴിഞ്ഞാൽ എന്തായാലും ടാൻ ഉറപ്പാണ് കേട്ടോ. കാരണം ഇവിടെ യു വി റേസ് ഡയറക്റ്റ് ആയിട്ടാണ് അടിക്കുന്നത്. നമ്മുടെ അവിടെ അറ്റ്മോസ്ഫിയറിൽ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉള്ള കാരണം അതെല്ലാം ഫിൽറ്റർ ചെയ്തിട്ടാണ് വരുന്നത്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് സൈഡിലും പൂക്കളുണ്ട്, ഡെയ്സി ഉണ്ട്, പിന്നെ ഉണ്ടമല്ലി പോലെയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്താണ്. പക്ഷെ അത് ഉണ്ടമല്ലി അല്ല, അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ് കേട്ടോ. കഴിഞ്ഞ വട്ടം ഞാൻ വന്നപ്പോൾ ഇവിടെ ഫുള്ള് മഞ്ഞ പൂക്കളായിരുന്നു. ഇപ്പോഴാണ് ഈ ഉണ്ടമല്ലി പോലത്തെയും അതുപോലെ മറ്റേ വെള്ളപ്പൂവൊക്കെ വിരിഞ്ഞിട്ടുള്ളത്. ഈ നേരെ കാണുന്ന കാടില്ലേ, അതാണ് നമ്മുടെ ട്രയൽ. ഇവിടെ നമുക്ക് വാക്കിങ്ങിന് പോവാം, ജോഗിങ്, എക്സസൈസ്, പിന്നെ സൈക്ലിംഗ്. വേറെ വണ്ടികൾക്കൊന്നും ഈ വഴി ഇവിടെ കിടക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇതിൻ്റെ സൈഡിൽ കൂടെ തോടും കാടും ആപ്പിൾ മരവും എല്ലാം ഉണ്ടേ. പക്ഷെ രാത്രി കഴിഞ്ഞ് ഈ വഴി കൂടെ നടക്കാൻ പറ്റത്തില്ലേ, കാരണം സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര പേടിപ്പിക്കുന്ന പോലെയായിരിക്കും. ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ നടക്കാനൊക്കെ ഇറങ്ങാറുണ്ട് കേട്ടോ. നല്ല പച്ചപ്പും ഹരിതാപകരമൊക്കെ കാരണം ഇടയ്ക്ക് ഇറങ്ങും. ഇതാണ് നമ്മുടെ ഇതിൽ കൂടെ പോകുന്ന തോട്. ഇതിനകത്ത് മീനൊക്കെ ഉണ്ട്, കുഞ്ഞു മീനൊക്കെ വന്നിട്ടുണ്ട്. നാട്ടിലെ തോടാണെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് ഈ മീനൊക്കെ പിടിച്ച് കളിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ ഒന്നും പറ്റത്തില്ല. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ചാലിൽ നിന്നൊക്കെ മീൻ പിടിക്കുമായിരുന്നു. ഈ പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ച് കല്ലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എന്തായാലും 2-3 മീൻ പെട്ടിട്ടുണ്ടാവും. അത് ഈ തലയിൽ നല്ല തിളങ്ങുന്ന ഒരു കല്ലൊക്കെയുള്ള മീൻ. അങ്ങനെ ആ മീനിനൊക്കെ എടുത്ത് വീട്ടിൽ ഏതെങ്കിലും കുപ്പിയിൽ കൊണ്ടിടും. പിന്നെ പല്ലിയൊക്കെ പിടിക്കും അതിനെ. എന്തായാലും 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഡെഡാവും. ഈ കാണുന്നത് ഇവിടുത്തെ മേപ്പിൾ മരങ്ങളാണേ. പിന്നെ വീട്ടിലോട്ട് വന്നിട്ട് ഞാൻ ചോറിൻ്റെ കൂടെ സൈഡായിട്ട് ആസ്പരാഗസ് ആണ് ഉണ്ടാക്കിയത്. ഇത് ചുമ്മാ നമ്മൾ സോൾട്ടും പെപ്പറും മാത്രം ഇട്ടിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇവിടെ ഫ്രോസൺ പൊറോട്ട കിട്ടും. അപ്പം ഇതാണ് നമ്മൾ ചൂടാക്കാനായിട്ട് ഞാൻ ആദ്യം ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഒന്ന് നനയ്ക്കും. അത് കഴിഞ്ഞിട്ട് കല്ലിൽ വെച്ച് ചൂടാക്കും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇങ്ങനെയാണ് നമ്മളിവിടെ പൊറോട്ട കഴിക്കുന്നത്. ഇവിടെ അതുപോലെ ഫ്രോസണായിട്ട് കിട്ടാത്ത ഒന്നുമില്ല കേട്ടോ. നമ്മുടെ അവിടുത്തെ പഴംപൊരി, പരിപ്പുവട, ഉഴുന്നുവട മൊത്തം ഇവിടെ ഫ്രോസണായിട്ട് വരും. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്